കഴിഞ്ഞു തോന്നുന്നു. ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഖേദവ. അത് കഴിഞ്ഞു. അതാണ് നമ്മൾ നോക്കിയത്. അതായത് പറഞ്ഞു നിർത്തി എന്താണ് അർജുന, എങ്ങനെയുള്ള കർമ്മമാണ് നികൃഷ്ടമായ കർമ്മം എന്ന് പറഞ്ഞ അർജുന, ബുദ്ധി കൊണ്ട് ഈശ്വരനെ നേടാം, ഈശ്വരപ്രാപ്തിയാണ് പരമലക്ഷ്യം എന്ന് ബുദ്ധി കൊണ്ട് കരുതാതെ, അങ്ങനെ ലക്ഷ്യം വെക്കാതെ എന്തൊക്കെ കർമ്മം ചെയ്യുന്നുണ്ടോ അതൊക്കെ നികൃഷ്ടമായ കർമ്മമാണ് എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു നീ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടും. അപ്പൊ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കർമ്മമായാലും അതൊരു വിഷയമല്ല എന്നാണ് പറഞ്ഞത് അല്ലെ. എന്ത് കർമ്മമായാലും വിഷയമല്ല, നിന്നെ ആ ദോഷം നിന്നെ ബാധിക്കില്ല. പിന്നെ മാത്രമല്ല കർമ്മഫലത്തിന്റെ അനുഭവത്തിന്, കർമ്മഫലം അനുഭവിക്കാൻ കാരണമായി തീരുന്നവര് അനുകമ്പാർഹരാണ് എന്നാണ് വരുന്നത്. അവരോട് കാരുണ്യം തോന്നണം അല്ലെ. അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്, നിരന്തരമായി എപ്പോഴും ആ ഈശ്വര സ്മരണയോടുകൂടി അല്ലെങ്കിൽ ആ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടി ആ അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. അവരുടെ ജീവിതം ധന്യമാകും എന്നാണ് അടുത്ത പദ്യത്തിൽ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഒക്കെ ഈശ്വര സ്മരണയോടുകൂടി ഈശ്വര ബുദ്ധിയിൽ അഭയം തേടി കർമ്മം അനുഷ്ഠിക്കുക. അപ്പൊ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുന്നവർക്ക് രണ്ട് ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. ഭൗതിക തലത്തിലുള്ള ലക്ഷ്യം കൈവരിക്കാൻ പറ്റും, ആധ്യാത്മിക തലത്തിലുള്ള ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും നേടാൻ സാധിക്കുമ്പോഴേ നമുക്ക് ജീവിതം ധന്യമാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് രണ്ടുമാണ്. ഭൗതിക തലത്തിലും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾക്ക് സാധിക്കണം. അത് തെറ്റൊന്നുമല്ല, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ, സാധാരണ ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. രണ്ടിലും നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാവണം. അപ്പൊ ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും നമ്മൾക്ക് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് ആധ്യാത്മികമായാലും ഭൗതിക ജീവിതത്തിലായാലും, അത് ചെയ്യുന്നത് മുഴുവൻ ഈശ്വരാർപ്പണമായി ഈശ്വര സ്മരണയോടുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ 50-ാമത്തെ ശ്ലോകം. ചൊല്ലിക്കോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭയ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അപ്പൊ ഇവിടെ ഈ ലോകത്തില് ആ ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ ഈശ്വര ബുദ്ധിയില് അഭയം തേടിയ ആള് എപ്പോഴും അവര് സുഹൃത ദുഷ്കൃത, പുണ്യവും പാപവും ഉഭയ രണ്ടും, ജഹാദി എന്ന് പറഞ്ഞാൽ കൈവിടുന്നു, ജഹാദീഹ പറഞ്ഞ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തില് ജഹാദി കൈവിടിയുന്നു എന്നാണ്. ആരാണ് കൈവിടിയുന്നത്? എപ്പോഴും ഈശ്വര ബുദ്ധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്ന ആളുകള് അവര് പുണ്യപാപങ്ങള് രണ്ടും അവരെ ബാധിക്കുന്നില്ല എന്നാണ്. രണ്ടും അവര് കൈവിടിയുന്നു എന്നാണ്. തസ്മാത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? യോഗായ യുജ്യസ്വ, അതുകൊണ്ട് ഈശ്വര പ്രാപ്തിക്കായിട്ട് നീ പ്രയത്നിക്കൂ, പണിയെടുക്കൂ എന്ന് പറയാണ്. യോഗ കർമ്മസു കൗശലം. യോഗ എന്ന് പറഞ്ഞാൽ ആ ഈശ്വര ബുദ്ധി, യോഗയാണ് കർമാനുഷ്ഠാനങ്ങളെ സമർത്ഥമാക്കി തന്നെ. അപ്പൊ യോഗയിൽ, ആ യോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് താൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ സമർത്ഥമായി തീരും എന്നാണ് പറയുന്നത്. നല്ല കർമ്മങ്ങളായി തീരും എന്നാണ് പറയുന്നത്. യോഗ കർമ്മസു കൗശലം. അപ്പോ നമ്മൾക്ക് പുണ്യവും പാപവും രണ്ടും ആവശ്യമില്ല. ഏത് വന്നാലും നമുക്ക് പ്രശ്നമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഗുരുജിയോട് ഒരിക്കൽ ഒരാള് ചോദിക്കുകയുണ്ടായിരുന്നു, ഗുരുജി നമ്മളിപ്പോ പുണ്യപാപങ്ങളുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? പുണ്യമാണോ കൂടുതൽ വേണ്ടത്, പാപമാണോ കൂടുതൽ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ അല്ലെങ്കിൽ അതൊക്കെ എത്ര അളവിൽ വേണം എന്ന് ചോദിച്ചു. അപ്പൊ ഗുരുജി പറഞ്ഞു, യു ഡിക്ലെയർ ബാങ്ക്രപ്സി എന്നാണ് പറഞ്ഞത്. പൊളിഞ്ഞതായിട്ട് കണക്കാക്കാൻ, പാപ്പരായിട്ട് കണക്കാക്കാൻ. ഇത് പറഞ്ഞാൽ പുണ്യവും കിട്ടിയിട്ടില്ല, പാപവും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് അത് സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ആ യോഗ ബുദ്ധിയിൽ, യോഗാവസ്ഥ നിരന്തരമായ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടിയ ആള്,
യോഗസ്ഥ കുരുകർമാണി നേരത്തെ പറഞ്ഞു. യോഗസ്ഥനായിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകള് ആ കർമ്മങ്ങളുടെ പുണ്യം അവരെ ബാധിക്കുന്നില്ല, പാപവും അവരെ ബാധിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അർജുനോട് പറയണത് നീ ഈശ്വര പ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കൂ, അതാണ് നേടേണ്ടത് എന്നാണ് പറയുന്നത്. ഈശ്വര പ്രാപ്തിക്കായിട്ട് നീ യത്നിക്കൂ. കാരണം ആ ഈശ്വര ബുദ്ധിയാണ് യോഗം. ഈശ്വര ബുദ്ധി എന്ന് പറഞ്ഞാൽ യോഗം എന്ന് പറയുന്ന അവസ്ഥ, ഈശ്വരനുമായിട്ട് ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥ, യോഗം. അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ സമർത്ഥമാക്കി തീർക്കുന്നത്, അതാണ് എന്നാണ്. അപ്പൊ ഇവിടെ യോഗ കർമ്മസു കൗശലം. ഈ സമർത്ഥമായ കർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കണം. ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കണം. പക്ഷെ അതേസമയം ആ കർമ്മങ്ങൾ, ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പുതിയ കർമ്മവാസനകൾ ഉണ്ടാവാനും പാടില്ല. ഇതാണ് സമർത്ഥമായ കർമാനുഷ്ഠാനം. സ്കിൽ ഇൻ ആക്ഷൻ ഈസ് യോഗ എന്ന് പറയാനുള്ള കാരണം അതാണ്. സ്കിൽഫുൾ വേയിൽ കർമ്മങ്ങൾ ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കരുത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുതിയ കർമ്മവാസനകൾ ഉണ്ടാവരുത്. ഇതാണ് സമർത്ഥമായ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ പുതിയ കർമ്മം ചെയ്യുമ്പോൾ പുതിയ കർമ്മവാസനകൾ വരാനുള്ള കാരണം എന്താണ്? കർമ്മവാസനകൾ വരാനുള്ള കാരണം ഇതാണ്. ഒന്ന്, ഇത് ഞാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഫലം ഞാനാണ് അനുഭവിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം ആരനുഭവിക്കണം? ഞാൻ തന്നെ അനുഭവിക്കണം. എല്ലാവരും ഉണ്ടോ ഇവിടെ? മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഞാനാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലം എന്തായാലും ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അവിടെ കർത്തൃത്വ ബോധമുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ ആ കർത്തൃത്വ ബോധം വന്നു കഴിഞ്ഞാൽ ആ ഫലം അനുഭവിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ആ ഫലം അനുഭവിക്കേണ്ടി വരുമ്പോ എന്താ സംഭവിക്കുക? രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ആ ഫലത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും, അല്ലെങ്കിൽ എതിരായ ഭാവം വരും, അവേർഷൻ വരും. ഇത് രണ്ട് വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ ക്രേവിംഗ് ആൻഡ് ഓർ അവേർഷൻ, ഇത് രണ്ടിൽ ഏത് വന്നു കഴിഞ്ഞാൽ അത് പുതിയൊരു കർമ്മവാസനയായിട്ട് മാറും. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഭാവന ഇല്ലാതെ. മനസ്സിലായോ? എല്ലാം ഹാപ്പനിങ് ത്രൂ മീ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ത്രൂ മീ. എന്നിലൂടെ സംഭവിക്കുകയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം. നേരെ വെച്ച് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. കർത്തൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭോക്തൃത്വവും വരും, ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ രാഗദ്വേഷങ്ങൾ വരും, പുതിയ കർമ്മവാസനകൾ ഉണ്ടാവും. അപ്പോ നമ്മളുടെ കർമ്മവാസനയ്ക്കനുസരിച്ചുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതേസമയം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ്? ഈ ആൾറെഡി ഉള്ള കർമ്മവാസനകൾ നശിച്ചു പോകും, ഇല്ലാതാവും, നമ്മൾ ഫ്രീ ആവും. പക്ഷേ ഈ കർമ്മവാസനകൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പുതിയ കർമ്മവാസനകൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ഇവിടെ ഉണ്ടോ എല്ലാവരും? പുതിയ കർമ്മവാസനകൾ ഉണ്ടാവും. അപ്പൊ എന്ത് വേണം? പുതിയ കർമ്മവാസനകൾ ഉണ്ടാവാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യലാണ് യോഗ കർമ്മസു കൗശലം. ഇതിനാണ് നമുക്ക് കൗശലം വേണ്ടത്, സ്കിൽ വേണ്ടത്. ഇതിനാണ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ ഒന്നിനാലും ബാധിക്കപ്പെടാതിരിക്കുക. അതാണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിൽ ചെയ്യണം? ഭഗവാനെ പറഞ്ഞില്ലേ, യോഗസ്ഥനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈശ്വര ബുദ്ധിയോടുകൂടി. അപ്പോ ഈശ്വരന്റെ കയ്യിൽ ഒരു ടൂളാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ. ഞാൻ ഈശ്വരന്റെ കയ്യിൽ വെറും ഒരു ഉപകരണം മാത്രമാണ്. അപ്പൊ ഈ ഈശ്വരന്റെ കയ്യിൽ ഈ ഉപകരണമായ എന്നെ കൊണ്ട് ഭഗവാൻ എന്തൊക്കെയോ ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് വീട്ടില് ഉപകരണങ്ങൾ ഉണ്ട് അല്ലെ? നമുക്ക് കറി ഉണ്ടാക്കാനും അടുക്കളയിൽ പാകം ചെയ്യാൻ കുറെ ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചട്ടുകം ഉണ്ടല്ലോ, ചട്ടുകം എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും? ചട്ടുകം അറിയാം. നമ്മൾ അടുപ്പത്ത് ഫ്രൈയിങ് പാനിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു, എന്നിട്ട് നമ്മൾ എന്താണ്, കടുക് വറുക്കുകയാണ്. കടുക് വറുക്കുമ്പോൾ നമ്മൾ ഈ ചട്ടുകം, ഈ കരണ്ടി ചട്ടുകം അതിട്ടിട്ട് ഇളക്കും. ഇളക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ തിളച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് ഇത് ഈ ഉപകരണം കൊണ്ട് ഇളക്കണത് ഇതിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉപകരണം പൂർണ്ണമായിട്ട് നമുക്ക് സറണ്ടറായി തന്നിരിക്കുകയാണ്. നേരെ വെച്ച് ആ
എന്താണ് ആ ചട്ടുകം കൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ ചട്ടുകം പറയണം അയ്യോ എനിക്ക് വേദനിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. ശരിയല്ല? നേരെ മറിച്ച് അതിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പണി കഴിഞ്ഞ് അതൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ട അടുത്ത് നമ്മൾ വെക്കും. മനസ്സിലായി? അതിന്റെ ജോലി കഴിയുകയും ചെയ്തു. അപ്പൊ ഇതേപോലെ ഒരു ഉപകരണമാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമാണ്. അപ്പൊ ഭഗവാൻ ആ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഉപകരണത്തിന് വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാൻ. ചിലപ്പോ അത് ഉപകരണത്തിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അല്ല. അപ്പൊ അതിനെ വിഷമിച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ ആ ഭാവത്തിലിരിക്കണം. അപ്പൊ ഭഗവാൻ ഈ ഒരു ഉപകരണത്തെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യണം. അപ്പൊ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആൾക്ക് കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. അത് കാരണം അദ്ദേഹം ഒന്നും ചെയ്യണമില്ല. അതുകൊണ്ട് തന്നെ ഒന്നിന്റെയും അനുഭവിക്കേണ്ട ആവശ്യം, ഒരു കർമ്മഫലവും അനുഭവിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ ചലനങ്ങളാണ് കർമ്മങ്ങൾ. ശരീരം പറഞ്ഞാൽ എന്താ? അതിന്റെ സ്വഭാവം ജഡമാണ് ഈ ശരീരം, അല്ലെ? ശരീരം ജഡമാണ്. അതിൽ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അതിന് ചലിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു നിത്യമുക്തമാണ്. അത് എപ്പോഴും അതിനെ ഒന്നും ബാധിക്കുന്നില്ല. ആത്മാവിനെ അതിനൊരു ബോണ്ടേജും ബാധകമല്ല. അതെപ്പോഴും മുക്തമായിരിക്കുന്നു ആത്മാവ്. അപ്പൊ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ആത്മാവിനെ സ്പർശിക്കുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ അതിനെ ആത്മാവിലേക്ക് ചേർക്കുകയാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തില് കർത്തൃത്വ ഭാവം വരുമ്പോ അവിടെ നമ്മൾക്ക് അതിന്റെ ദോഷം, ആ ഫലം അനുഭവിക്കേണ്ടി വരും. അതിലൂടെ പുതിയ കർമ്മവാസനകളും വരും. അതുകൊണ്ടാണ് ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനയായിട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരന്റെ ആരാധനയായിട്ട് ചെയ്യൂ, ഈശ്വരേച്ഛയായിട്ട് ചെയ്യൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോ ശരീരത്തിന്റെ ഈ ഒരു ശരീരത്തിന്റെ ചലനമാണ് കർമ്മങ്ങള്. ആത്മാവ് നിത്യമുക്തനാണ്. അതിനെ ഈ കർമ്മമൊന്നും സ്പർശിക്കുന്നില്ല. ഈ ഒരു കാര്യം ഓർമ്മ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾക്ക് കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയില്ല, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ചിന്തയുമില്ല യഥാർത്ഥത്തിൽ. അപ്പോ ഇത് രണ്ടും ഇല്ലാതെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവമില്ല. അപ്പൊ അത് രണ്ടും ഏറ്റെടുക്കാതെയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജനിച്ചു വരുമ്പോ കൊണ്ടുവന്ന വാസനകൾ ക്ഷയിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. ആൾറെഡി ഉള്ള വാസനകളൊക്കെ ഇല്ലാതെയാവും, പുതിയ കർമ്മവാസനകൾ ഉണ്ടാവില്ല. പിടികിട്ടിയോ? മനസ്സിലായോ? അതുകൊണ്ടാണ് ആ രീതിയിൽ കർമ്മം ചെയ്യാനായിട്ട് പറയണം യോഗ ബുദ്ധിയിൽ. അപ്പൊ ഈ ആൾറെഡി ഉള്ള പഴയ വാസനകളൊക്കെ അവസാനിക്കുമ്പോൾ ഈ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ, ഈ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കാൻ അതിന് പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ കർമ്മങ്ങളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? വീട്ടിൽ നമുക്ക് ഒരുപാട് പണിയുണ്ട്. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്. കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ജോലി ഉണ്ടെങ്കിൽ ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഭാവത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വരാർപ്പണമായിട്ട്. അപ്പൊ ഈ ഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള വാസനകളെല്ലാം നശിക്കുകയും ചെയ്യും. ആത്മസ്വരൂപം തെളിയാൻ തുടങ്ങും ഉള്ളില്. ആ ആത്മസ്വരൂപം തെളിയാൻ തുടങ്ങുന്നതോടുകൂടി നമുക്ക് മോക്ഷം സാധിക്കും, മുക്തി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ മഹാഭാരതം ആ കഥയിൽ തന്നെ നേരത്തെ പറഞ്ഞ ആ മഹാരഥന്മാര് ആരാണ്? ഭീഷ്മര്, അല്ലെ? വിതുരര്, അതുമാതിരി വ്യാസഭഗവാൻ, വ്യാസൻ തന്നെ, ഇവരൊക്കെ ഈ രീതിയിലാണ് കർമ്മം അനുഷ്ഠിച്ചിരിക്കുന്നത്. ഭഗവാൻ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്, അല്ല? ഈ ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. യോഗ കർമ്മസു കൗശലം അത് പ്രാവർത്തികമായിട്ട് ജീവിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ യോഗയുടെ ഒരു നിർവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, യോഗയുടെ ഒരു ഡെഫിനിഷൻ. ശരിക്കും യോഗയുടെ ഡെഫിനിഷൻ അല്ല അത്. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ യോഗ സംഭവിക്കുമ്പോൾ അതിന്റെ പ്രയോജനമാണ് യോഗ കർമ്മസു കൗശലം. യോഗ എന്ന് പറയുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ കൗശലമുള്ളതായി തീരും. കർമ്മങ്ങൾ മുഴുവൻ എന്താണ്? സ്കിൽഫുൾ വേയിലായി തീരും. സ്കിൽഫുൾ വേയിൽ ആയി തീരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കർമ്മം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് വരും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ പ്രയോജനമാണ് യഥാർത്ഥത്തിൽ. അപ്പോ ശരിക്കും ഗീതയില് പറയുന്നത്, യോഗയുടെ നിർവചനം ഗീതയിൽ സമത്വം യോഗ ഉച്ചത, നേരത്തെ പറഞ്ഞല്ലോ, സമസ്ഥിതിയാണ് യോഗം എന്നുള്ളത്. അതാണ് ശരിക്കുള്ള ഡെഫിനിഷൻ.
ആ ഞാൻ ഔട്ടായി പോയി. തിരിച്ചു വന്നു. എന്തോ നെറ്റ് പെട്ടെന്ന് കട്ടായി തോന്നുന്നു. ഇപ്പൊ ശബ്ദം കേൾക്കാലോ അല്ലെ? സൗണ്ട് കേൾക്കാലോ? കേൾക്കാം സർ. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് അപ്പൊ ഞാൻ വെച്ചാൽ എന്റെ കുഴപ്പമാണ്. അല്ല അവിടെ എന്തോ നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. അൺസ്റ്റേബിൾ ആന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അറിയില്ല എന്താണാവോ. ഓക്കെ. അപ്പൊ അതാണ് സമത്വം യോഗ ഉച്ചതി. അതാണ് ശരിക്ക് യോഗയുടെ ഡെഫിനിഷൻ. അപ്പൊ യോഗ കർമ്മസു കൗശലം എന്നുള്ളത് ഇല്ല, ഈശ്വരാനുഭവം ഒരിക്കലുണ്ടായാൽ പിന്നീട് നഷ്ടപ്പെടുമെന്നോ അല്ല. പിന്നീട് നഷ്ടപ്പെടുക ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടില്ല, അതുണ്ടാവും. ആ അനുഭവം ഉണ്ടാവും ഉള്ളിൽ, അതുണ്ടാവും എന്തായാലും, അതൊരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷേ ആ അനുഭവം ഉണ്ടല്ലോ, ഈശ്വരാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ അനുഭവം നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പിന്നീട് നഷ്ടപ്പെട്ടാലും നമ്മൾ ഇതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും. അത് നല്ലതാണ്, നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ നമ്മുടെ ശ്രദ്ധ ഇതിലേക്കാവും. കാരണം ആ ഈശ്വരാനുഭവം അത് നിരന്തരമാക്കണം, അതാണ് ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത്. അതാണ് മുക്തി എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, എപ്പോഴും അത് അനുഭവിക്കലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ ഇടയ്ക്കൊക്കെ അത് ഉണ്ടാവും. ഇടയ്ക്ക് ഈശ്വരാനുഭവം വരും, അത് വിട്ടുപോകും, വീണ്ടും വരും, വിട്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അത് സംഭവിക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ യോഗയുടെ പ്രയോജനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പോ ഈ യോഗബുദ്ധി എന്ന് പറയുന്നത് അത് നമ്മളുടെ പുണ്യമായാലും പാപമായാലും അതിനെല്ലാം ഉള്ളിൽ നിന്ന് നീക്കം ചെയ്ത് നമുക്ക് മോക്ഷം നൽകാൻ സഹായിക്കും ഈ യോഗബുദ്ധി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂടെ ഈ യോഗബുദ്ധി കൂടി ചേർക്കണം. യോഗബുദ്ധിയിൽ ഇരുന്നു കൊണ്ട്, അതാണ് യോഗസ്ഥ കുരുക്കർമാണി പറയുന്നത്, ഭഗവാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ യോഗബുദ്ധി അഭ്യസിച്ച് എന്ന് പറഞ്ഞാൽ യോഗസ്ഥനായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് കർമ്മയോഗം. അവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നേരെ മറിച്ച് യോഗബുദ്ധിയോടുകൂടി അല്ലാതെയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് കർമ്മം ചെയ്യാനുള്ള ഒരു ഭ്രാന്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് ആ യോഗസ്ഥനായിക്കൊണ്ട് അല്ലെങ്കിൽ യോഗബുദ്ധി അഭ്യസിച്ച് പുണ്യപാപങ്ങളെല്ലാം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഇനി അടുത്ത പദ്യത്തിൽ, അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഇപ്പൊ 51-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ, അൺമ്യൂട്ട് ചെയ്തു. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണാ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ മനീഷിനഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. അപ്പൊ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ബുദ്ധിയുക്ത മനീഷിനഃ എന്ന് പറഞ്ഞാൽ ഈശ്വരബുദ്ധി, നിരന്തരമായ ഈശ്വരബുദ്ധി നിലനിർത്തി ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് തീരുമാനിച്ചിട്ടുള്ളവര്, എന്ന് ഉറപ്പിച്ചിട്ടുള്ളവര് മനീഷിനഃ ഇവരാണ്. അത് ഉറപ്പിച്ചിട്ടുള്ളവര് കർമ്മജം ഫലം തെക്വ, കർമ്മത്തിൽ നിന്ന് ഉണ്ടായ ഫലം തെക്വ, ത്യജിച്ചിട്ട് എന്താ ചെയ്യണ? ജന്മബന്ധ വിനിർമുക്തം. ജന്മബന്ധങ്ങൾ എന്നാൽ ജനന മരണാത്മകമായ ഈ ഒരു ജീവിതത്തിന്, സംസാര ബന്ധത്തിൽ നിന്ന് അവർ മോചിച്ചവരായിട്ട് അനാമയം പദം ഗച്ഛന്തി. അനാമയം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തൊരു സ്ഥാനത്ത് അവരെത്തിച്ചേരും എന്നാണ്. നിരന്തരമായി ഈശ്വരബുദ്ധി പുലർത്തിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ, അപ്പം നിരന്തരമായി എപ്പോഴുമുള്ള ഈശ്വരബുദ്ധി നിലനിർത്തി എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് എന്ന് ഉറപ്പിച്ച ശേഷം, എന്ന് ഉറപ്പിച്ചിട്ട് ആ കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന ഫലം മുഴുവൻ വിട്ടുകളഞ്ഞ് അതിനോട് താല്പര്യമില്ലാതെ ഈ ജനന മരണങ്ങൾ നിറഞ്ഞ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ദുഃഖം ലേശം പോലും ഇല്ലാത്ത സ്ഥാനത്ത് എത്തിച്ചേരുന്നു അങ്ങനെയുള്ളവര് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിനെല്ലാം ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യും, ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ, ഈശ്വര ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുക. പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. അപ്പൊ എന്താണ് ഈ കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞാൽ? കർമ്മഫലങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ ആ കർമ്മവും
അതേപോലെ അതിൻ്റെ ഫലവും ഇനിയും ചിലപ്പോൾ നമുക്ക് തോന്നും ഇനിയും അങ്ങനെയുള്ളത് വേണം തോന്നും, അത് രാഗം. ചിലപ്പോൾ തോന്നും ഇനി അങ്ങനെയുള്ള കർമ്മവും വേണ്ട ഫലവും വേണ്ട തോന്നും, അത് ദ്വേഷം. അതാണ് അങ്ങനെയുള്ള തോന്നൽ. ആ രാഗദ്വേഷങ്ങളാണ് പുതിയ കർമ്മവാസനകളായിട്ട് വരുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഈ പുതിയതായി ഉണ്ടാവുന്ന ഈ കർമ്മവാസനകളെ ത്യജിക്കലാണ് കർമ്മഫലത്യാഗം. കാരണം കർമ്മഫലം അനുഭവിക്കേണ്ടി വന്നാൽ വീണ്ടും കർമ്മവാസനകൾ ഉണ്ടാവും. അപ്പൊ ആ വാസനകളെ ത്യജിക്കലാണ് കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കർമ്മവാസന ഉള്ളില് ഉണ്ടെങ്കിൽ, അത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരും. ആ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടിയും വരും. അതിന് കാരണമായി തീരും എന്നാണ് കർമ്മവാസനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം ഈ കർമ്മവാസനകളാണ് ഈ സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ വിത്ത് എന്ന് പറയുന്ന വാസനകൾ. അതിൽ നിന്നാണ് ഈ ജീവിതം ഉണ്ടാവുന്നത്, ഈ സംസാരം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്, വാസനയിൽ നിന്നാണ്. അപ്പോൾ ഈശ്വരാർപ്പണമായി അല്ലെങ്കിൽ ഈശ്വര ബുദ്ധി നിലനിർത്തി ആത്മസാക്ഷാത്കാരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതി കർമ്മം ചെയ്യുന്ന ആള് കർമ്മമോ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലമോ എനിക്ക് ഇനിയും വേണമെന്നും ആഗ്രഹിക്കുന്നില്ല, വേണ്ടാന്നും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ രാഗവുമില്ല, അതിനോട് ദ്വേഷവും ഇല്ലാത്ത അവസ്ഥ. കർമ്മം ചെയ്തുകൊണ്ട് അങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരാർപ്പണമായിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പുതിയ കർമ്മവാസനകൾ വരുന്നില്ല. അപ്പോ ഈ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചത്, തനിക്ക് വേണ്ടത് എന്താണ്? മനസ്സിന്റെ ശുദ്ധിയാണ്, ചിത്തശുദ്ധിയാണ്. അതേപോലെ സത്യത്തെക്കുറിച്ചുള്ള ബോധമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിനെ തടസ്സമാക്കി നിൽക്കുന്നതാണ് ഈ കർമ്മവാസനകൾ. ഈ കർമ്മവാസനകളാണ് അടുത്ത ജന്മത്തെ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ ചിത്തശുദ്ധിക്ക് തടസ്സമായി നിൽക്കുക അല്ലെങ്കിൽ സത്യബോധത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് ഈ കർമ്മവാസനകൾ. പുനർജന്മത്തിന് കാരണമാകുന്ന ഈ കർമ്മവാസനകൾ സത്യബോധത്തിന് തടസ്സമായി നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആ അവശേഷിക്കുന്ന ഉള്ളിലുള്ള കർമ്മവാസനകളെ കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. കർമ്മം ചെയ്ത് അവസാനിപ്പിക്കലാണ് ലക്ഷ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളിപ്പോ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മക്കളെ വളർത്തുന്നുണ്ട്. മക്കളെ വളർത്തുമ്പോൾ എന്ത് വേണം? എനിക്ക് മക്കളുണ്ടായി, അതുകൊണ്ട് അവരെ വളർത്താനുള്ള ഒരു കർമ്മവാസന എൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് സത്യം, ശരിയല്ലേ? അപ്പൊ ആ കർമ്മവാസന ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളുടെ കർത്തവ്യം എന്താണ്? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുക, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അവരെ എന്താക്കി തീർക്കണം, ആരായിത്തീരണം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ മക്കളെ വളർത്തുന്നതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ സാറേ? അല്ല, മക്കളെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നന്നാവണ്ടേ എന്ന് നമ്മൾ ആലോചിക്കില്ലേ? ആലോചിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നന്നാവണം അല്ലെങ്കിൽ അങ്ങനെ വല്ലാണ്ട് വാശി പിടിക്കണ്ട. കാരണം അവരുടെ നന്നാവൽ എന്താന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മളുടെ ഇപ്പോഴത്തെ സങ്കല്പത്തിനനുസരിച്ചുള്ള നല്ലതും ചീത്തയൊന്നും ആയിരിക്കില്ല അവർ വളർന്ന് വലുതാവുന്ന സമയത്ത്. വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ കർമ്മവാസന പുതുതായിട്ട് നമ്മളുടെ ഉള്ളിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവര് കുട്ടികൾ അവരുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് അവര് സുഖമായിട്ട് വളർന്ന് വലുതായി പോകും. നമ്മൾ ഈ വാസനയും കൊണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് പോകും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? യെസ്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവരെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയുക, ഇതെല്ലാം ചെയ്യണം. അതൊക്കെ നമ്മളുടെ കർത്തവ്യമാണ്. അതൊക്കെ ചെയ്ത് അങ്ങോട്ട് അതൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഈശ്വരൻ നോക്കിക്കോളും. പിന്നെ അതിന്റെ ഫലം എങ്ങനെയായാലും അവർ ഏത് രീതിയിലായാലും അതൊക്കെ ഈശ്വരേച്ഛയായിട്ട് കരുതാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാകുമ്പോൾ അതിന്റെ കർമ്മവാസന നമ്മളെ ഏൽക്കില്ല. പുതിയ അടുത്ത ജന്മത്തിലേക്ക് അത് ബാക്കി നിൽക്കില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ പുനർജന്മ കർമ്മവാസനകളാണ് നമ്മൾക്ക് എന്താണ്? ചിത്തശുദ്ധിക്കും സത്യബോധത്തിനും തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അവശേഷിച്ചുള്ള കർമ്മവാസനകളെ ആ കർമ്മം ചെയ്ത് അവസാനിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഉറപ്പുള്ള ആള്
എന്താണ് കർമ്മം ചെയ്തും ഫലം അനുഭവിച്ചും അതിലൊരു രാഗദ്വേഷങ്ങളൊന്നുമില്ല. കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവും, പക്ഷെ രാഗദ്വേഷങ്ങളൊന്നുമില്ല. അപ്പൊ കർമ്മം ചെയ്തിട്ടും ഫലം അനുഭവിച്ചും വാസനകളൊക്കെ ആൾറെഡി ഉള്ള വാസനകളൊക്കെ ക്ഷയിപ്പിച്ച് ക്രമത്തില് ആത്മബോധം വളർത്തി മുക്തി പ്രാപിക്കുന്നു, മോക്ഷം നേടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ചൊരു സ്ഥാനമാണ് ആത്മസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല, പുനർജന്മമോ ഒന്നുമില്ല അവിടെ യഥാർത്ഥത്തിൽ. അവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്നാണ് പറയുന്നത്, ഇനി ഇത് അനുഭവിക്കാത്ത രീതിയിൽ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്ന് ചോദിച്ചില്ലേ, അതാണ് ഇനി അടുത്ത് പറയാൻ പോണത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളിലേക്കൊക്കെ നമ്മളുടെ ബുദ്ധി, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും, അല്ലേ? നമ്മൾ അറിയാതെ പോവും കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിന്റെ ഫലത്തിലേക്കും. അത് കാരണം ഉണ്ടാകുന്ന ചില കർമ്മഫലങ്ങൾ കൊണ്ട് നമുക്കൊരു സുഖമൊക്കെ അനുഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു പ്രലോഭനം ഉണ്ടാവും അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കർമ്മഫലങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവണം എൻ്റെ ഉള്ളിൽ. എന്ന് മാത്രമല്ല, ഭഗവാൻ പറയുന്ന ആ ഒരു ഈശ്വര ബുദ്ധി അത് ഉള്ളിൽ വരുന്നില്ല, ഉറക്കണമില്ല, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ പറ്റണമില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? അതെന്താ കാരണം അങ്ങനെ സാധിക്കാത്തത്? അതിനുള്ള മറുപടിയാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അടുത്ത ശ്ലോകത്തിൽ, 52ാമത്തെ ശ്ലോകത്തിൽ അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ടാണ്. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ സുതസ്യ ജാ. അടുത്ത ശ്ലോകത്തിൽ അതാ പറയണം. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ സുതസ്യ ജാ. യഥാ തേ ബുദ്ധി, എപ്പോഴാണോ തേ ബുദ്ധി, നിന്റെ ബുദ്ധി, അജ്ഞാന മോഹകലിലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന ജഡവസ്തുക്കളൊക്കെ സത്യമാണ് എന്നുള്ള ഭ്രമം, ആ ഭ്രമിപ്പിക്കുന്ന ആ അജ്ഞാനം, വ്യതിധരിഷ്ഠിത, ആ അജ്ഞാനത്തെ കടക്കുന്നത് എന്നാണ് അർത്ഥം. വ്യതിധരിഷ്ഠിത പറഞ്ഞാൽ വിവേകത്തോടുകൂടി കിടക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ശ്രോതവ്യസ, ഇനി കേൾക്കാനുള്ളതും, ശ്രുതസ്യ, ഇതുവരെ കേട്ടതുമായ എല്ലാറ്റിനെ കുറിച്ചും, നിർവേദം ഗന്ധാസി, ഇനി വിരക്തനായി, വിരക്തി വന്നവനായി ഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധി ഈ ഇപ്പോ നമ്മള് ചുറ്റുപാടും കാണുന്ന ഈ ജഡമൊക്കെ സത്യമാണെന്നുള്ള ഭ്രമത്തിലിരിക്കുകയാണ്. അത് അജ്ഞാന ദോഷം കൊണ്ടാണത്, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ എപ്പോഴാണോ നിന്റെ ബുദ്ധി ഇതൊക്കെ സത്യമാണ് എന്നുള്ള ഒരു ഭ്രമം, അത് ഭ്രമിപ്പിക്കുന്ന അജ്ഞാനത്തെ വിവേകപൂർവം കടന്നു ചെല്ലുന്നത്, വ്യതിധരിച്ച് വിവേകപൂർവം കടന്നു ചെല്ലുന്നത്, അങ്ങനെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇനി കേൾക്കാനിരിക്കുന്നതും ഇതുവരെ കേട്ടതുമായ എല്ലാറ്റിനെ കുറിച്ചും നിനക്ക് വിരക്തി സംഭവിക്കും എന്നാണ് അർജുനോടൊരു. മോഹകലിലം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്വരൂപം, സ്വന്തം സ്വരൂപം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ്. അതിനെ വിചാരം ചെയ്ത് നമ്മൾക്ക് അറിയാൻ പറ്റണം, ആത്മവിചാരം ചെയ്ത് അതിനെ അറിയാൻ പറ്റണം. അത് അറിയാത്തിടത്തോളം കാലം എന്താ സംഭവിക്കുക? ഈ ചുറ്റുപാടും കാണുന്നതൊക്കെ സത്യമാണ് എന്നുള്ള ഭ്രമത്തിൽ നമ്മൾ കഴിയേണ്ടി വരും. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ഈ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം സത്യമാണ്, അല്ലെ? ശരിയല്ലേ? ഈ വീട് അത് സത്യമാണ്, ബാക്കിയുള്ള വസ്തുക്കള് ചുറ്റുപാടും കാണുന്നതൊക്കെ സത്യമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ ആ തോന്നലൊരു ഭ്രമമാണ്, ഇത് സത്യമാണെന്നുള്ളൊരു ഭ്രമമാണ്. കാരണം സത്യം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഉള്ളതാണ് സത്യം, ശരിയല്ലേ? ഉണ്മ എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഈ കാണുന്നതൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം എപ്പോഴും ഉള്ളതാണെന്ന് ഭ്രമം വരാനുള്ള കാരണം എന്താ? സ്വന്തം സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട്. സ്വന്തം സ്വരൂപത്തെ അറിയാതിരിക്കാൻ എന്താ കാരണം? അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ടില്ല, ആത്മവിചാരം ചെയ്തിട്ടില്ല. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഇതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് അറിയാത്തത്. അപ്പൊ അത് അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നാൻ ഇടവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അജ്ഞാനം. ഈ അജ്ഞാനമാണ് ആത്മാവിനെ മറയ്ക്കുന്നത്. അതാണ് മോഹകലിലം എന്നാണ് അതിനെ പറയുന്നത്. മോഹകലിലം, ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനമാണ് മോഹകലിലം എന്ന് പറയുന്നത്. അപ്പോ ഈ ചുറ്റുപാടും കാണുന്നത് അല്ലെങ്കിൽ ഈ ലോകം സത്യമാണ് എന്ന് തോന്നൽ ഉള്ളിടത്തോളം കാലം
സുഖത്തിന് വേണ്ടിയിട്ട് ഈ ജഡവിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും, ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. കർമ്മവും അതിൻ്റെ ഫലവും ആ രൂപത്തിലുള്ള ഈ ജഡവിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് സത്യമാണെന്ന് തോന്നലുള്ളിടത്തോളം കാലം എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? എപ്പോഴാണ് ഈ ഓട്ടം നിൽക്കുക? ഈ ജഡവിഷയങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം എപ്പോഴാണ് നിൽക്കുക? വിചാരം ചെയ്ത്, ആത്മവിചാരം ചെയ്ത്, ബോധമാണ് സത്യം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് ഉണ്മ, എപ്പോഴും ഉള്ളതാണ്, സത്യം അതാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ അജ്ഞാനമാകുന്ന ആവരണത്തിന്റെ കട്ടി കുറയാനായിട്ട് തുടങ്ങും. അജ്ഞാനത്തിന്റെ ശക്തി കുറയും എന്നാണ് പറയുന്നത്. അപ്പൊ അജ്ഞാനത്തിന്റെ ശക്തി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉള്ളിൽ ആത്മാനന്ദം വളരാൻ തുടങ്ങും, അല്ലെ? ഉള്ളിൽ എപ്പോഴും ഒരു അനുഭൂതി, ഒരു സുഖം, ഒരു ആനന്ദം വളരാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ, തന്നിൽ നിന്ന് തന്നെ ഒരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഈ പുറമെയുള്ള ലൗകിക സുഖങ്ങളിലൊക്കെ വൈരാഗ്യം ഉണ്ടാവാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അത് ഈ ലോകത്ത് മാത്രമല്ല, ഇഹ പരലോകങ്ങളിൽ ഉള്ള എല്ലാ സുഖങ്ങളിൽ നിന്നും, ലോകത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖങ്ങളോടും ഉള്ളിലൊരു വൈരക്തി വരും, വൈരാഗ്യം വരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അത് വളരും തോറും അത് സ്വന്തം സ്വരൂപം, അതാണ് സത്യം, അതിനെക്കുറിച്ചുള്ള ബോധം കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സ്വരൂപം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇനി എപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ആത്മാനുഭൂതി നേടാൻ സാധിക്കുക? അതിനുള്ള മറുപടിയാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, അത് നമ്മൾ നാളെ നോക്കും. എപ്പോഴാണ് ഭഗവാൻ പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഇത് നമ്മൾക്ക് തെളിയാനായിട്ട് സാധിക്കുക? അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായി ശ്വാസമെടുക്കൂ, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ തന്നിൽ തന്നെ വിശ്രമിക്കൂ. Be with yourself. ഓം സം സമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു ഗോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.